نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذين عملوا لعلهم يرجعون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. 1973 മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നുണ്ട്. ആണവായുധം മനുഷ്യകുലത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എത്രയാണോ അതിൽ നിന്ന് ഒട്ടും കുറയുന്നതല്ല പരിസ്ഥിതി ദുരന്തങ്ങൾ മനുഷ്യകുലത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത്. ഇന്നത്തെ വെള്ളിയാഴ്ച പരിസ്ഥിതി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കാനാണ് പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുകയും കേൾക്കുകയും മാത്രമല്ല, അതിൽ ഉൾക്കൊണ്ടതിലെ ശരിയായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട്. ആ വചനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രേരിപ്പിക്കുന്ന തലത്തിൽ, അതല്ലെങ്കിൽ അത്തരം ഒരു അവതരണ പശ്ചാത്തലത്തോടു കൂടി ഇറങ്ങിയ വചനങ്ങളല്ലെങ്കിലും ആ വചനങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ആഹ്വാനം കൂടിയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ടതാണ് സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം. അള്ളാഹു പറയാൻ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും അതിക്രമം പ്രകടമായിരിക്കുന്നു, അരാജകത്വം പ്രകടമായിരിക്കുന്നു മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. കരയിലും കടലിലും അതിക്രമം പ്രകടമായിരിക്കുന്നു എന്ന് അല്ലാഹു പറയാൻ, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ലിയുദീഖഹും ബഅദല്ലദീന അമിലൂ. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ തിക്തഫലം അവർ അനുഭവിക്കാതെ പോകുന്നില്ല. ലിയുദീഖഹും ബഅദല്ലദീന അമിലൂ. അവർ പ്രവർത്തിച്ചതിന്റെ തിക്തഫലം അവർ രുചിക്കുക തന്നെ ചെയ്യും. ലഅല്ലഹും യർജിഊൻ. അവർ മടങ്ങുന്നതിന് വേണ്ടി, അവർ ശരിയായ നിലപാടിലേക്ക്, പരിസ്ഥിതി ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രകൃതിയോട് ക്രിയാത്മകമായിട്ട് ഇടപഴകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മടങ്ങുന്നതിന് വേണ്ടി അവർ പ്രവർത്തിച്ചതിന്റെ തിക്തഫലം അവർ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയാൻ.
സഹോദരങ്ങളെ, ഈ അർത്ഥത്തിലുള്ള വചനങ്ങൾ ധാരാളം ഖുർആനിലുണ്ട്. സൂറ അൽ അഅറാഫ് 56-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ വദഊഹു ഖൗഫൻ വതമഅ. വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഈ ഭൂമി അല്ലാഹു നന്നാക്കിയതിനു ശേഷം ആ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ആ ഭൂമിയിൽ നിങ്ങൾ അരാജകത്വം ഉണ്ടാക്കരുത്. വദഊഹു ഖൗഫൻ വതമഅ. പടച്ചവനോട് നിങ്ങൾ ഭയപ്പാടോടുകൂടി ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയം അല്ലാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്യുന്ന ആളുകളോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമി അള്ളാഹു നന്നാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പരവതാനിയായി ഒരു തൊട്ടിലായി അള്ളാഹു ഭൂമിയെ വിരിച്ചു തന്നിരിക്കുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഭൂമിയെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്, നിങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്നല്ലാഹു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് കൂടിയാണ് മേൽപ്പറഞ്ഞ വചനങ്ങളിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ഈ പരിസ്ഥിതി ദിനത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും അതുപോലെ തന്നെ കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക. ഇതെല്ലാമാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംവിധാനങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, സസ്യലോകത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അത് ഖുർആനും ഏറെ പ്രാധാന്യം കൊടുത്ത സംഗതിയാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുത്ത സംഗതിയാണ്. സസ്യലോകം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ മേൽപ്പറഞ്ഞ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം നിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാർഷിക മേഖലയെ നശിപ്പിക്കുന്നവരാരാണ്? ഏകാധിപതികളാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഏകാധിപതികൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവര് കാർഷിക മേഖലയെ നശിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. വൈദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർഥ വന്നസ്ൽ. അല്ലാഹു പറയാൻ, ഭൂമിയിൽ അവർക്ക് ആധിപത്യം ലഭിച്ചാൽ, വൈദാ തവല്ലാ, അവർക്ക് ആധിപത്യം ലഭിച്ചാൽ, അവർ തിരിഞ്ഞു കളഞ്ഞാൽ എന്നും പറയുന്നുണ്ട്. അവർക്ക് ആധിപത്യം ലഭിച്ചാൽ എങ്ങനെ? രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഏതായാലും എന്താണ് അവർക്ക് ആധിപത്യം ലഭിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്? സഅ ഫിൽ അർള്, ഭൂമിയിലൂടെ അവർ വിഹരിക്കുകയാണ്, ഓടി നടക്കുകയാണ്. എന്തിന്? ലിയുഫ്സിദ ഫീഹാ, ആ ഭൂമിയിൽ അവരെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി. വയുഹ്ലികൽ ഹർഥ വന്നസ്ൽ, വയുഹ്ലികൽ ഹർഥ വന്നസ്ൽ, അവർ കൃഷിയെ നശിപ്പിക്കും. ഏകാധിപതികൾക്ക് ആധിപത്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ കാർഷിക മേഖലയെ നശിപ്പിക്കും. വന്നസ്ൽ, മനുഷ്യ തലമുറകളെയും അവർ നശിപ്പിക്കും. മനുഷ്യ തലമുറകളെ വംശീയമായിട്ട് അവർ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർ കൃഷിയെ നശിപ്പിക്കുമെന്ന് അള്ളാഹു പറയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു അരാജകത്വത്തെ ഇഷ്ടപ്പെടുന്നവനല്ല. കൃഷിയെ നശിപ്പിക്കുക എന്ന് പറയുന്ന വലിയ അരാജകത്വമാണ്. ആ അരാജകത്വത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത് ഫസാദാണ്. കൃഷി നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ആ ഫസാദ് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, സസ്യോൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പ്രവാചക വചനങ്ങളുണ്ട്. ഒന്നോ രണ്ടോ അല്ല, ധാരാളം. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മുസ്ലിം യഗ്രിസു ഖർസ, ഒരു ചെടി നടുകയാണ്, ഔ യസ്റഉ സറഅ, അതല്ലെങ്കിൽ ഒരു കൃഷി വിതക്കുകയാണ്. ഒരു മുസ്ലിം ഒരു ചെടി നടുന്നു, അതല്ലെങ്കിൽ ഒരു കൃഷി വിതക്കുന്നു, എന്നിട്ട് അയാളതിൽ നിന്ന് തിന്നാനൊന്നും അയാൾക്ക് സാധിച്ചില്ല. ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, അതിൽ നിന്ന് ഏതോ ഒരു പക്ഷി, ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു മൃഗം അതിൽ നിന്ന് തിന്നുപോയി, അത്ര മതി. ഇല്ലാ കാന ലഹു ബിഹി സദഖ, അയാൾക്കത് ദാനധർമ്മമായിട്ട് രേഖപ്പെടുത്തി വെക്കും. ഒരു മുസ്ലിം ഒരു ചെടി നട്ടു,
ഒരു കൃഷി വിതച്ചു, അതിൽ നിന്നൊരു പക്ഷിയോ ഒരു മൃഗമോ അതല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനോ അതിൽ നിന്ന് തിന്നോ, അത് മതി അയാൾക്ക് ദാനധർമ്മമായി നാളെ പരലോകത്തത് രേഖപ്പെടുത്തി വെക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്തരുണത്തിലുള്ള എത്രയോ വചനങ്ങൾ. വേറൊരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഉൻ തജ്രീ ലിൽ അബ്ദി ബഅദ മൗതി. മരണശേഷം 7 കാര്യങ്ങൾ ഒരടിമയുടെ ഖബറിലേക്ക് എത്തും. വഹുവ ഫീ ഖബരിഹി. ഒരടിമയുടെ ഖബറിലേക്ക് മരണശേഷം 7 കാര്യങ്ങൾ എത്തും. ഏതെല്ലാമാണത്? മൻ അല്ലമ ഇൽമാ. ഒരു വിജ്ഞാനം അടിമ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരു വിജ്ഞാനം പഠിപ്പിച്ച ആളുകൾക്ക് ആ വിജ്ഞാനം അനുസരിച്ച് അവരെങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ പ്രവർത്തിക്കുന്ന കാലമത്രയും ആ മനുഷ്യന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ വജ്റാനഹറൻ, ഒരു കനാൽ ഒഴുക്കി ആളുകൾക്ക് ജലസേചനത്തിന് വേണ്ടി ഒരു കനാൽ, ഒരു കനാൽ ഒഴുക്കി ആ കനാലിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ജലസേചനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ കൃഷി ചെയ്യുകയാണ്. ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ആ കനാൽ ഒഴുക്കിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കിണർ കുഴിച്ചു, ഒരു കിണറോ ഒരു കുഴൽ കിണറോ കുഴിച്ചു, അതിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വെള്ളം എടുത്ത് കുളിക്കുന്നു, കുടിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അയാളുടെ ഖബറിലേക്ക് അത് കുഴിച്ച ആൾ ആരാണോ അയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു ഈത്തപ്പന ഒരാൾ നട്ടു. ആ ഈത്തപ്പന മരത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ അതിന്റെ കായ്കൾ, ഈത്തപ്പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ആളുകളോ പക്ഷികളോ മൃഗങ്ങളോ കഴിഞ്ഞുകൂടുന്നു. അയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുകയാണ്. ഔ ബനാ മസ്ജിദ, ഒരു പള്ളി ഉണ്ടാക്കി ഒരു സ്ഥലത്ത്, ആ പള്ളിയിൽ വന്നുകൊണ്ട് ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അതിന്റെ പ്രതിഫലം അത് വഖഫ് ചെയ്ത ആൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഔ വറസ മുസ്ഹഫ, അതല്ലെങ്കിൽ ഒരു മുസ്ഹഫ് ഒരാൾ വഖഫായിട്ട് ഒരു മസ്ജിദിലേക്കോ മദ്രസയിലേക്കോ നൽകി, അതല്ലെങ്കിൽ ഒരു ദീനീ സ്ഥാപനത്തിലേക്ക് നൽകി, ആളുകൾ അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു, അത് പഠിക്കുന്നു, അത് വായിക്കുന്നു, ആ ഖുർആൻ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്ന കാലം അത്രയും അതിന്റെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക്, അത് വഖഫ് ചെയ്ത ആളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഔ തറക വലദൻ സ്വാലിഹാ, അതല്ലെങ്കിൽ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് അയാൾ വിട പറഞ്ഞത്. യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, ആ സന്താനം അയാൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. അതിന്റെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്, വാപ്പയുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മരം വെച്ച് പിടിപ്പിക്കുക. ഈ 7 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മരം വെച്ച് പിടിപ്പിക്കുക. ഒരു മരം വെച്ച് പിടിപ്പിച്ചു. ആ മരത്തിൽ നിന്ന് മനുഷ്യരോ മൃഗങ്ങളോ കാലികളോ അതിൽ നിന്ന് കഴിക്കുന്നു, അതിന്റെ പഴം കഴിക്കുന്നു. അത് മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരങ്ങളെ, പരിസ്ഥിതി സംരക്ഷണത്തെ ഇസ്ലാം ബന്ധിപ്പിച്ചിട്ടുള്ളത് പരലോകവുമായിട്ടാണ്, പരലോക വിശ്വാസവുമായിട്ടാണ്. അതാണ് ഇസ്ലാമിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള വേറിട്ട നിലപാടെന്ന് പറയുന്നത്. അന്ന റജുലൻ മർറ ബി അബിദ്ദർദാ, ഒരു മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നുപോയി. അദ്ദേഹം ഇങ്ങനെ ഒരു മരം നടുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു മരം നടുമ്പോൾ ഒരു മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നുപോയി. ആ മനുഷ്യൻ ചോദിച്ചു, അത്തഗ്രിസു ഹാദിഹി വ അൻത ശൈഖ്, പടുവൃദ്ധനായ താങ്കൾ ഇങ്ങനെ ഒരു മരം നട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ മരം കായ്ക്കുമ്പോ അതിന്റെ പഴം തിന്നാൻ താങ്കൾക്ക് സാധിക്കുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? ഈ ചെടി, ഈ മരത്തിന്റെ കായ അത് ഇന്നാലിന്ന കൊല്ലമല്ലാതെ നമുക്ക് നൽകൂല, ഇന്നാലിന്ന കൊല്ലമല്ലാതെ ഇന്നാലിന്ന വർഷമല്ലാതെ ഈ മരം കായ്ക്കൂല. പടുവൃദ്ധനായ താങ്കൾ അബൂദർദാ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അലയ്യ അയ്യകൂന ലി അജ്റുഹാ വയകുലു മിൻഹാ ഗൈരി, എനിക്കതിന്റെ പ്രതിഫലം കിട്ടിയാൽ മതി, അതിൽ നിന്ന് ആരെങ്കിലും തിന്നോട്ടെ, അത് തിന്നാൻ ഞാൻ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എനിക്കതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിച്ചാൽ മതി, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചെടി നടുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചാലോട് പറയാൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോൾ സസ്യലോകത്തിന്റെ സംരക്ഷണമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു വഴിയായി ഇസ്ലാം കാണുന്നത്. സസ്യലോകം സംരക്ഷിക്കപ്പെടണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ രണ്ടാമത്തെ മേഖലയായിട്ട് ഇസ്ലാം കാണുന്നത് ജന്തുലോകത്തിന്റെ സംരക്ഷണമാണ്, മൃഗലോകത്തിന്റെ സംരക്ഷണമാണ്. അവയുടേതായ വാസസ്ഥലങ്ങളിൽ എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹി ഇല്ലാ ഉമമുൻ അംസാലുകും.
ഭൂമിയിൽ ഒരു മൃഗവുമില്ല, ഒരു ഇഴജന്തുവുമില്ല. അതല്ലെങ്കിൽ ആകാശത്തിലൂടെ പറക്കുന്ന ചിറകുകൾ കൊണ്ട് ചിറകുകൾ വിടർത്തി പറക്കുന്ന ഒരു പക്ഷിയുമില്ല. ഇല്ലാ ഉമമുൻ അംസാലുക്കും, അവയെല്ലാം തന്നെ നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലെ വികാര വിചാരങ്ങളുള്ള സമൂഹങ്ങളാണ് ഈ ഭൂമിയിലെ മൃഗങ്ങളും ജീവജാലങ്ങളും പക്ഷികളുമെല്ലാം. എവിടെ പറഞ്ഞതാണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് സഹോദരങ്ങളെ. ചില മൃഗങ്ങൾ, പക്ഷികളൊക്കെ മനുഷ്യനെ ആഹരിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള അക്രമം അവയോട് പാടില്ല എന്നുള്ളതാണ്. ആക്രമണകാരികളോ ഉപദ്രവകാരികളോ ആയ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷയുണ്ടാവണം. അത് ശരിയാണ്. ആക്രമണകാരികളായ അതുപോലെ തന്നെ ഉപദ്രവകാരികളായ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷയുണ്ടാവണം. കാരണം മനുഷ്യന്റെ ജീവൻ പ്രധാനമാണ്. അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പക്ഷേ അനാവശ്യമായിട്ട് ഒരു ജീവിയെയും കൊന്നുകളയാൻ പാടില്ല. അത് ഇന്നാലിന്ന ജീവിയാണ്, അതുകൊണ്ട് അതിനെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവിയെയും അനാവശ്യമായി കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ അന്നൽ കിലാബ ഉമ്മത്തും മിനൽ ഉമമി ലഅമർതു ബിഖത്ലിഹാ കുല്ലിഹാ. ഈ നായ്ക്കൾ സമുദായങ്ങളിൽപ്പെട്ട ഒരു സമൂഹം, അതല്ലെങ്കിൽ സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹം, ഇല്ലാ ഉമമുൻ അംസാലുക്കും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഉമമിൽപ്പെട്ട ഒരു ഉമമല്ലായിരുന്നുവെങ്കിൽ ലഅമർതു ബിഖത്ലിഹാ കുല്ലിഹാ, ഈ നായ്ക്കളെ മുഴുവൻ കൊല്ലാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഇത് ഉമ്മത്തും മിനൽ ഉമമാണ്. സമുദായങ്ങളിൽപ്പെട്ട ഒരു സമുദായമാണ്, സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹമാണ്. അതുകൊണ്ട് കൊല്ലാൻ പാടില്ല, കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അതേസമയം ആക്രമണകാരികളും മനുഷ്യരിലേക്ക് രോഗങ്ങൾ പരത്തുന്നവയുമായ തെരുവ് നായ്ക്കൾ ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. അവയുടെ കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ ഭരണകൂടങ്ങൾക്ക് സാധ്യമാവണം. കാരണം മനുഷ്യന്റെ സുരക്ഷയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനും ഇതിനേക്കാളൊക്കെ പ്രധാനമാണ്. എന്നിരുന്നാലും ഒരു ഉറുമ്പ് പോലും അന്യായമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടാൻ പാടില്ല. മൃഗലോകത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ജീവിലോകത്തിന്റെ സംരക്ഷണം, അതിനെ ശക്തമായിട്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു ഉറുമ്പ് പോലും അന്യായമായി ഇല്ലായ്മ ചെയ്യപ്പെടാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത്? ഖറസത്ത് നംലത്തുൻ നബിയ്യം മിനൽ അംബിയാ, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. ശക്തമായ കടിയ കടിച്ചത്, വലിയ വേദന അനുഭവപ്പെട്ടു ആ പ്രവാചകന്. അദ്ദേഹം ഒരു ദേശത്തിൽ ഉറുമ്പിൻ കൂട്ടത്തെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാൻ പറഞ്ഞു. ഒരു ഉറുമ്പ കടിച്ചത്, പക്ഷെ ആ ഉറുമ്പിൻ കൂട്ടത്തെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാൻ പറഞ്ഞു. അതിനവർ കരിച്ചു കളഞ്ഞു. ഈ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല പ്രവാചകന് ദിവ്യബോധനം നൽകി. അൻ ഖറസതക നംല, ഒരു ഉറുമ്പാണ് താങ്കളെ കടിച്ചത്, ഒരു ഉറുമ്പാണ് താങ്കളെ കടിച്ചത്. എന്നിട്ടോ അഹറക്ത ഉമ്മത്തം മിനൽ ഉമം, സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹത്തെയാണോ താങ്കൾ കരിച്ചു കളഞ്ഞത്? തുസബ്ബിഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹത്തെയാണോ ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ താങ്കൾ കരിച്ചു കളഞ്ഞത്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹുവിനെ അവർ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പും. അതുകൊണ്ട് ഒരു ഉറുമ്പ് താങ്കളെ കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണോ താങ്കൾ ഇല്ലാതെയാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് ആ പ്രവാചകന് ദിവ്യബോധനം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രകൃതിയിലെ ജീവജാലങ്ങളെ അനാവശ്യമായിട്ട് കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല, ഉപദ്രവിക്കാനും പാടില്ല. കൊല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, ഉപദ്രവിക്കാനും പാടില്ല. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഹിമാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതയുടെ അരികിലൂടെ നടന്നുപോയി. ആ കഴുതയുടെ പ്രത്യേകത എന്താണ്? ഖദ് ഉസിമ ഫീ വജ്ഹി, ആ കഴുതയുടെ മുഖത്ത് പൊള്ളലേറ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. പൊള്ളിച്ചുകൊണ്ട് ആ കഴുതയുടെ മുഖത്ത് ആരോ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആ കഴുതയുടെ യജമാനനാവാം. പൊള്ളിച്ചുകൊണ്ട് മുഖത്ത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്.
ഫഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുല്ലദീ വസമഹു, ലഅനല്ലാഹുല്ലദീ വസമഹു, ആ കഴുതയുടെ മുഖത്ത് പൊള്ളൽ കൊണ്ട് അടയാളപ്പെടുത്തിയ മനുഷ്യനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മനുഷ്യേതര ജീവിയാണ്, എന്നാൽ പോലും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല, അനാവശ്യമായി ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതാണ് ഇസ്ലാമിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഒരു ചരിത്രം പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ് ഒരു ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ കുറച്ച് പേര് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എങ്ങോട്ടോ പോയി. അപ്പോഴാണ് രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം ചെറിയൊരു തള്ളപ്പക്ഷി വന്നിരിക്കുന്നു. ഒരു തള്ളപ്പക്ഷി അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം വന്നിരിക്കുകയാണ്. കൗതുകം കൊണ്ട് ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഇവരെടുത്തു, ഈ സ്വഹാബിമാരെ എടുത്തു. കൗതുകം തോന്നിയപ്പോൾ അതിനെങ്ങനെ കയ്യിലെടുത്തു രണ്ട് കുഞ്ഞുങ്ങളെയും. പക്ഷി വന്നുകൊണ്ട് അതിന്റെ ചിറകിട്ടടിച്ചുകൊണ്ട് കരയുകയാണ്. ആ ഘട്ടമായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, മൻ ഫജഅ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളപ്പക്ഷിയെ അതിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേദനിപ്പിച്ചത് ആരാണ്? റുദ്ദു വലദഹാ ഇലൈഹാ, അതിന്റെ കുട്ടികൾ അതിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ആ പക്ഷിക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറയാണ്. പ്രവാചകൻ ഈർഷ്യത്തോടെ ദേഷ്യത്തോടു കൂടി പറയാണ്. ഒരു പക്ഷിയാണ്, ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ കൗതുകത്തിന് വേണ്ടി രണ്ട് സഹാബിമാരെങ്ങനെ കയ്യിൽ പിടിച്ചപ്പോ പ്രവാചകൻ പറയാണ്, പാടില്ല, ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണം. അതൊരു ഉപദ്രവിക്കലൊന്നുമല്ല, എന്നാൽ പോലും ആ പക്ഷിക്ക് അല്പം വേദന ഉണ്ടാവുന്ന കാര്യമാണ്, പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല ഉസ്ഫൂറൻ, ആരെങ്കിലും ഒരു പക്ഷിയെ അന്യായമായിട്ട് കൊന്നാൽ അജ്ജയിലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട് നാളെ പരലോകത്ത് ആ പക്ഷി വരുമെന്ന. അന്യായമായിട്ടൊരു പക്ഷിയെ ഒരാൾ കൊന്നാൽ, ഒരു പക്ഷിയെ അത് ഭക്ഷിക്കൽ അനുവദനീയമായിട്ടുള്ള പക്ഷിയാണ്, ഭക്ഷിക്കുക എന്ന് പറയുന്ന ആവശ്യത്തിന് വേണ്ടിയല്ല ഈ പറയുന്നതൊന്നും. അതിനപ്പുറത്ത് അന്യായമായി ഒരു പക്ഷിയെ ഒരാളെ കൊന്നാൽ അജ്ജയിലല്ലാഹ്, നാളെ പരലോകത്ത് നിലവിളിച്ചുകൊണ്ട് ആ പക്ഷി വരും. അജ്ജയിലല്ലാഹി അസ്സവജൽ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ പക്ഷി വരും. ആ പക്ഷി യഖൂൽ, അത് പറയും, യാ റബ്ബ്, പടച്ചവനെ, ഇന്ന ഫുലാനൻ ഖതലനി അബസാ, വെറുതെ ഒരാവശ്യമല്ലാതെ എന്നെ ഇന്നാലിന്ന വ്യക്തി കൊന്നിരിക്കുന്നു. വലം യഖ്തുൽനി ലിമൻഫഅ, എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയിട്ടല്ല എന്നെ കൊന്നിട്ടുള്ളത്, ഒരാവശ്യവുമില്ലാതെ എന്നെ ഇന്നാലിന്ന വ്യക്തി കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് റബ്ബിന്റെ അടുക്കൽ ആ കിളി, ആ പക്ഷി പരാതി പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ജന്തുലോകത്തെ നശിപ്പിക്കാനോ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാനോ പാടില്ലെന്ന് മാത്രമല്ല, സാധ്യമാവുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവയ്ക്കും ചെയ്തു കൊടുക്കണം. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അത് മനുഷ്യനല്ല മറ്റു ജീവിയാണെങ്കിൽ പോലും പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. മനുഷ്യനല്ലെങ്കിൽ പോലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ള ജീവികൾക്ക് ചെയ്തു കൊടുത്താലും അവയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നാളെ പരലോകത്തെ പ്രതിഫലം ലഭിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറഞ്ഞു കൊടുത്തില്ലേ സ്വഹാബിമാർക്ക്? ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ വലിയ ദാഹം തോന്നിയപ്പോ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിന് അല്പം ആഴമൊക്കെ ഉണ്ട്, എന്നാലും അതിൽ ഇറങ്ങി അയാൾ മതിയാവോളം വെള്ളം കുടിച്ച് ആ കിണറിന്റെ പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു നായ ഇങ്ങനെ മണ്ണ് കപ്പുന്നത് കാണുന്നത്. വല്ലാത്തൊരു ദയനീയ രംഗം. എന്നെ ബാധിച്ചതുപോലെയുള്ള ദാഹം ഈ നായയും ബാധിച്ചു എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ തന്റെ ഷൂ എടുത്തുകൊണ്ട് കിണറിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് തന്റെ ഷൂയിൽ നിറയെ വെള്ളം നിറച്ചുകൊണ്ട് ആ വെള്ളം നായക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നായ വയറ് നിറക്കുകയാണ്, ദാഹം തീർക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല ഈ മനുഷ്യന്റെ ഈ കർമ്മം സ്വീകരിക്കുകയും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, വ ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റാ, നമ്മൾ കാലികൾക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താലും കൂലിയുണ്ട് എന്നാണോ പറയുന്നത്? നമ്മൾ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്താലും പ്രതിഫലമുണ്ടെന്നാണോ പ്രവാചകരെ പറയുന്നത്? ആ ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മൊഴിമുത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വചനം പറയുന്നത്. ഏതാണ് ആ വചനം? ഫീ കുല്ലി കബദിൻ റതുബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള എല്ലാ ജീവിക്കും കൊടുത്താലും പ്രതിഫലമുണ്ട്. പച്ചക്കരളുള്ള എല്ലാ ജീവിക്ക് കൊടുത്താലും പ്രതിഫലമുണ്ട്. നായ്ക്കൾക്ക് കൊടുത്താൽ, പൂച്ചക്ക് കൊടുത്താൽ, അതുപോലെ തന്നെ മറ്റുള്ള ഏത് ജീവജാലങ്ങൾ
ജീവജാലങ്ങൾക്ക് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, സസ്യലോകം സംരക്ഷിക്കപ്പെടണം, ജന്തുലോകം സംരക്ഷിക്കപ്പെടണം, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വെള്ളം എന്ന് പറയുന്നത്. ശുദ്ധജലം വിശേഷിച്ചും സംരക്ഷിക്കപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രംഗം കണ്ടു. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി സഅദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. വഹുവ യതവല്ല, അദ്ദേഹം വുളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സറഫു യാ സഅദ്. സഅദ്, ഇതെന്തൊരു ദൂർത്താണ്, ഈ വെള്ളം ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റുമോ? കുറച്ച് വെള്ളം അധികം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വുളു എടുക്കുന്നത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ, ഞാൻ വുളു എടുക്കല്ലേ, അഫിൽ വുളൂഇ സറഫൻ, വുളൂഇൽ ദൂർത്തുണ്ടോ? ഇതിലൊക്കെ അമിതം എന്ന് പറയാവുന്നതാണോ? ഇത് വുളു എടുക്കല്ലേ, നല്ല കാര്യമല്ലേ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ, വുളു എടുക്കുമ്പോഴും ദൂർത്ത് അത് ശ്രദ്ധിക്കണം. വയൻ കുൻത അലാ നഹ്രി ജാരിൻ, നീ ഒരു പുഴയുടെ വക്കിൽ നിന്നാണ് വുളു എടുക്കുന്നത് എങ്കിൽ പോലും ശ്രദ്ധിക്കണം. മിതമായ രീതിയിൽ വുളു എടുക്കാൻ ആവശ്യമായ വെള്ളമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ. മഴക്കാലമാണിത്. എത്ര വലിയ മഴക്കാലമാണെങ്കിലും കുടിക്കാനോ കുളിക്കാനോ അതുപോലെ കഴുകാനോ ഉള്ള കരുതൽ വെള്ളം എന്നാണ് അതിന് പറയാം. കാരണം എല്ലാ വെള്ളവും ഈ ആവശ്യങ്ങൾക്ക് പറ്റൂല. കുടിക്കാനോ കുളിക്കാനോ അതുപോലെ കഴുകാനോ ഉള്ള കരുതൽ വെള്ളം പാഴാക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തസിലു ബിസ്വാഇ ഇലാ ഖംസതി അംദാദിൻ വയതവല്ലഉ ബിൽ മുദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാവ് കൊണ്ട് കുളിക്കുകയും ഒരു മുദ്ദ് കൊണ്ട് വുളു എടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഒരു സാവ് മുതൽ 5 മുദ്ദ് വരെ, അതാ പ്രവാചകൻ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയതവല്ലഉ ബിൽ മുദ്, ഒരു മുദ്ദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ അളവാണ്, വളരെ ചെറിയ അളവാണ്. ആ അളവ് ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയും അതുപോലെ തന്നെ വുളു എടുക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ശുദ്ധജലം എക്കാലത്തും ലോകത്തിന് അത്യാവശ്യമാണ്. ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അടിസ്ഥാന ഘടകമാണ് വെള്ളം എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ 76% വെള്ളമാണ്. അടുത്തൊരു ലോക മഹായുദ്ധം വരികയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും എന്നെല്ലാം പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. വെള്ളമില്ലാതെ പ്രകൃതിയിൽ ഒരു ജീവജാലത്തിനും നിലനിൽക്കാൻ സാധിക്കുകയില്ല. വെള്ളമില്ലാതെ സസ്യങ്ങൾക്ക് പോലും നിലനിൽക്കുക അസാധ്യമാണ്. അപ്പൊ സസ്യങ്ങൾ നിലനിന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല. ഈ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ. കാരണം ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിനുമായിട്ട് അഭേദമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നിലനിൽക്കാൻ വെള്ളം ആവശ്യമാണ്. സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ പോലും വെള്ളം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. കുടിക്കാനും കുളിക്കാനും വുളു ചെയ്യാനും മാത്രമല്ല നമുക്ക് വെള്ളം വേണ്ടത്, ഭക്ഷണം തയ്യാറാക്കാനും ആവശ്യമുള്ളത് ശുദ്ധജലമാണ്. അതുകൊണ്ട് ശുദ്ധജലം പാഴാക്കാതിരിക്കാനുള്ള ജാഗ്രത അത് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. വലാ തുബദ്ദിർ തബ്ദീറാ, ഒരു ദൂർത്തടിക്കാൻ പാടില്ല. വെള്ളല്ലേ, അത് മഴക്കാലല്ലേ, ധാരാളം ഉണ്ടല്ലോ, അതുകൊണ്ട് പൈപ്പിൽ നിന്ന് അങ്ങ് ടാപ്പിൽ നിന്ന് അങ്ങ് പോന്നോട്ടെ എന്നുള്ള നിലപാടുണ്ടാവാൻ പാടില്ല. ഒരു ദൂർത്തടിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, നിശ്ചയം ദൂർത്തന്മാരെ പിശാചിന്റെ മിത്രങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, പിശാചോ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. സഹോദരങ്ങളെ, സസ്യജന്തു ലോകത്തിന്റെ സംരക്ഷണം, അതോടൊപ്പം തന്നെ ജലമടക്കമുള്ള പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മണ്ണും വെള്ളവും വായുവും മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. അത് പരിസ്ഥിതി ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ്. മണ്ണും വെള്ളവും വായുവും മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂമിയെ നല്ലതുപോലെ സംരക്ഷിക്കണേ. ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭൂമിയെ നിങ്ങൾ നല്ലതുപോലെ സംരക്ഷിക്കണേ. ആ ഭൂമിക്ക് മീതെ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്താൽ, ഒരു ചെടി നട്ടു,
റബ്ബിനോട് പറയുന്നുണ്ട്, നിന്റെ ദാസൻ എന്നിൽ നല്ല ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ആ ഭൂമിയിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു, റബ്ബിനോട് പരാതി പറയുന്നുണ്ട്. ആ ഭൂമിയിൽ ഒരു നല്ല കാര്യം ചെയ്താൽ ആ നന്മയെ സംബന്ധിച്ച് ഭൂമി നാഥനോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വാർത്തകളെല്ലാം പറയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. നിന്റെ ദാസൻ എന്നിൽ ഇന്നാലിന് നല്ല കാര്യം ചെയ്തിരിക്കുന്നു, ഒരു ചെടി നട്ടിരിക്കുന്നു, ഒരു മരം നട്ടിരിക്കുന്നു, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അവന് പെടാപ്പാടുപെടുന്നുണ്ട് നിന്റെ ദാസൻ. മറുവശത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയുകയാണ്. വൃത്തിഹീനമായ കാര്യങ്ങൾ ഭൂമിയുടെ മർമ്മസ്ഥാനത്തിലേക്ക്, സൗന്ദര്യമുള്ള ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ്. അതിനെ സംബന്ധിച്ചും ഭൂമി പരാതി പറയുന്നുണ്ടെന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിലത്ത് അലയ്യ അഅ്മാലു ഉമ്മത്തി ഹസനുഹാ വസയ്യിഉഹാ. ഉരിലത്ത് അലയ്യ അഅ്മാലു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ കർമ്മങ്ങൾ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. പ്രവാചകന്റെ മുമ്പിൽ അള്ളാഹു പ്രദർശിപ്പിച്ചു കൊടുത്തു. പ്രവാചകന്റെ ആകാശാരോഹണ യാത്ര, മിഅ്റാജ് യാത്രയിൽ സംഭവിച്ച കാര്യമാവാം പ്രവാചകൻ പറയാൻ. ഹസനുഹാ വസയ്യിഉഹാ, മനുഷ്യന്റെ കർമ്മങ്ങൾ, അതിലെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രവാചകന്റെ മുമ്പിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവജത്തു ഫീ മഹാസിനി അഅ്മാലിഹാ ഇമാതത്തുൽ അദാ അനിത്വരീഖ്, മനുഷ്യന്റെ നല്ല കർമ്മങ്ങളിൽ ഞാൻ കണ്ടു എന്ത്? ഇമാതത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക, വഴിയിൽ നിന്ന് മ്ലേച്ഛമായ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക, കള്ളിമുള്ളുകൾ, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ വഴിയിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. ഇത് മനുഷ്യന്റെ സുഹൃതങ്ങൾ ഞാൻ കണ്ടുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നാൽ വവജത്തു ഫീ മുസാബിഇ അഅ്മാലിഹ നുഖാഅ, മനുഷ്യന്റെ മോശമായ കാര്യങ്ങളിൽ ഞാൻ കണ്ടു നുഖാഅ, കഫം, കഫം തുപ്പിയിടുക, വഴികളിൽ കഫം തുപ്പിയിടുക, അങ്ങനെയുള്ള രീതികൾ നമ്മൾ കാണാറുണ്ട്. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശ്രദ്ധയുമില്ലാതെ, യഥാർത്ഥത്തിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്, ശ്രദ്ധ വേണ്ടേ? ആ ഒരു ശ്രദ്ധയുമില്ലാതെ ഇങ്ങനെ കഫം, ഒരു ലജ്ജയുമില്ലാതെ ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ തുപ്പിയിടുന്ന പ്രവൃത്തിയുണ്ടല്ലോ, പ്രവാചകൻ അതിനെ മോശമായ പ്രവൃത്തി എന്നാ പറഞ്ഞത്. മോശമായ പ്രവൃത്തികളിൽ ഞാൻ കണ്ടു അന്നുഖാ, മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന വിസർജ്യങ്ങളെ വഴിയിൽ തുപ്പിയിടുന്ന രീതി. സഹോദരങ്ങളെ, വേറൊരു ഹദീസ് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ലആനൈൻ, ശാപം പിടിച്ച രണ്ട് കാര്യങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങൾ, അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ശാപം വിളിച്ചു വരുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ദൂതരെ, ഏതാണ് രണ്ട് കാര്യങ്ങൾ? ശാപം പിടിച്ച രണ്ട് കാര്യങ്ങൾ ഏതാണത്? ജനങ്ങളുടെ വഴികളിൽ വിസർജിക്കുക, അവര് വിശ്രമിക്കുന്ന നിഴലുകളിൽ വിസർജിക്കുക. അത് മലവിസർജനം മാത്രമല്ല, മൂത്രവിസർജനം നടത്തുമ്പോഴും ശ്രദ്ധിക്കണം. അത് ജനങ്ങൾ വിശ്രമിക്കുന്ന നിഴലുകളാണോ, അവർ നടന്നു പോകുന്ന വഴികളാണോ, ഈ ഇടങ്ങളിലെല്ലാം മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറയുന്നത് അത് ശാപം പിടിച്ച കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങൾ. ഇത് മാത്രമല്ല, ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഇക്കാലത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണ വേസ്റ്റുകൾ, ചപ്പ് ചവറുകൾ വഴിയിലേക്ക്, ഭൂമിയുടെ കണ്ണായ ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയുക എന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ശാപങ്ങൾ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. ഭൂമിയിലേക്ക് ഇതുപോലെ ഭക്ഷണ വേസ്റ്റുകളും ചപ്പു ചവറുകളും ഒക്കെ വലിച്ചെറിയുക. ക്യാമറ കണ്ണുകളുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ച് ഒരു വലിച്ചെറിയലുണ്ടല്ലോ. പിന്നെ ഒരുമിച്ച് കുന്നുകൂടിക്കൊണ്ട് ആളുകളെയും അതുപോലെ അതിലൂടെ നടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന രീതിയുണ്ടല്ലോ, മോശമാണ്. അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ശാപം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ മനുഷ്യർ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളിലും അവർ വിശ്രമിക്കുന്ന ഇടങ്ങളിലും ഉണ്ടാവുക എന്ന് പറയുന്ന നാം ജാഗ്രത പുലർത്തിയേ പറ്റൂ. അതുപോലെ അപകടകരമാണ് സഹോദരങ്ങളെ ജലമലിനീകരണം. മണ്ണ് മലിനീകരിക്കാൻ പാടില്ല എന്നതുപോലെ പ്രധാനമാണ് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കണം. ജലമലിനീകരണം നമ്മളുടെ കയ്യാലെ അത് സംഭവിക്കാൻ പാടില്ല. വിശ്വാസികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ധാരാളം വിലക്കുകളുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ലാ യബൂലന്ന അഹദുകും ഫിൽ മാഇ ദാഇമിൽ ലദീ ലാ യജ്രി. ഇതാ കെട്ടിക്കിടക്കുന്ന വെള്ളം, വലിയ ഒഴുക്ക്, ചിലപ്പോൾ അതിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാള് മൂത്രവിസർജനം നടത്തുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, വെള്ളത്തിൽ മൂത്രമൊഴിക്കുക എന്ന ഒരു നല്ല രീതിയല്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒട്ടുമേ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഒരാളും അങ്ങനെ ചെയ്തേക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത ലോകം പറഞ്ഞു, വൽ ഹിക്മത്തു ഫീ ഹാദൻ നഹി, ഈ വിലക്കിന്റെ യുക്തി എന്ന്
പറയുന്നത് എന്താ? അൽ മുഹാഫലത്തു അലാ നളാഫത്തിൽ മാ, വെള്ളത്തിന്റെ വൃത്തി അത് സംരക്ഷിക്കണം, ജലത്തിന്റെ വൃത്തി അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാത്തരം മലിനീകരണങ്ങളിൽ നിന്നും ജലം സംരക്ഷിക്കപ്പെടണം എന്നതാണ് മേൽപ്പറഞ്ഞ നിർദ്ദേശത്തിന്റെ യുക്തി എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം മൂത്രവിസർജ്യത്തിന് മാത്രം ബാധകമായ ഒരു കാര്യം പറഞ്ഞതല്ല. ജലം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് മേൽപ്പറഞ്ഞ ഹദീസിന്റെ യുക്തി എന്ന് പണ്ഡിതന്മാര് പറയാണ്. അപ്രകാരം തന്നെ ഇസ്ലാം വിലക്കിയിരിക്കുന്നു മലിനമായ കാര്യങ്ങൾ ഇട്ടേക്കുക, ചപ്പുചവറുകൾ ഇട്ടേക്കുക, വസ്സുമൂം വിഷങ്ങളും ഇട്ടേക്കുക, ഫിൽമാ ജലാശയങ്ങളിൽ വിഷങ്ങൾ, ചപ്പുചവറുകൾ, മലിനമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നാണ് മേൽപ്പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വായു മലിനീകരണം പോലും പാടില്ല. ചെറിയ രീതിയിൽ പോലും വായു മലിനീകരണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അക്കല സൂമൻ ഔ ബസ്വല, ഒരാൾ വെളുത്തുള്ളി തിന്നു അതല്ലെങ്കിൽ ഉള്ളി തിന്നു, ഫൽയഅ്തസിൽനാ ഔ ലിയഅ്തസിൽ മസ്ജിദനാ, അയാൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, ആളുകൾ ഉള്ളയിടത്തേക്ക് അയാൾ വരരുത്. അയാളുടെ വായിൽ ആ നാറ്റം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ വരാൻ പാടുള്ളൂ. ഉള്ളിയോ വെളുത്തുള്ളിയോ തിന്നാൽ അയാൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, നമ്മുടെ മസ്ജിദിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കട്ടെ എന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഒരു ഗന്ധമുണ്ടാവും. അതുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വേറൊരു ഹദീസിൽ കാണാം, അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായിടുക എന്ന് പറയുന്ന പിശാചിൽ നിന്നുള്ളതാണ്. ഫൈദാ തസാഅബ അഹദുക്കും ഫല്യഖലിം മസ്തതാ, മനുഷ്യ സഹജമായിട്ട് ഇടയ്ക്ക് കോട്ടുവായൊക്കെ വരും. പക്ഷെ അങ്ങനെ കോട്ടുവായ വരുമ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണേ എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കോട്ടുവായിടാൻ വരുമ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണേ എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ചെറിയൊരു ദുർഗന്ധം കൊണ്ട് പോലും ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പൊ വലിയ വാതക മലിനീകരണങ്ങൾ, വലിയ രീതിയിൽ ഭീകരമായ രീതിയിൽ വായു മലിനീകരണം അത് നിയന്ത്രിക്കപ്പെടണം. ചെറിയ രീതിയിൽ പോലും അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോ വലിയ രീതിയിലുള്ള വായു വാതക മലിനീകരണങ്ങൾ അത് നിയന്ത്രിക്കപ്പെടുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നല്ലേ സഹോദരങ്ങളെ മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യൻ പരിസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന വല്ലാത്തൊരു ഭീകരമായ കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. തന്റെ ഭോഗാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രകൃതി വിഭവങ്ങളെ അവൻ ചൂഷണം ചെയ്യുന്നു. പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം വിപത്തുക്കൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഠിനമായ ചൂട്, ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ രൂപപ്പെട്ട് സൂര്യതാപത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിച്ച് വിപത്തുകൾക്കിടയാക്കുന്ന സ്ഥിതിഗതികളും സാഹചര്യങ്ങളും, അതുപോലെ തന്നെ ആഗോള താപനമടക്കമുള്ള പ്രതിഭാസങ്ങൾ, വായുവും വെള്ളവും മണ്ണും മലീമസമാവുന്ന അവസ്ഥ, പ്രകൃതിയെ അതിൻ്റെ തനിമയിൽ, അതിൻ്റെ വിശുദ്ധിയിൽ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നേരത്തെ നാം വിശദീകരിച്ച പരിസ്ഥിതി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പാലിച്ചേ പറ്റൂ. ആ നിയമനിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കാതിരുന്നാൽ അവിടെ പരിസ്ഥിതി നിയമങ്ങൾ മാത്രമല്ല നമ്മൾ ലംഘിക്കുന്നത്, മറിച്ച് ദൈവിക നിയമങ്ങൾ കൂടി നമ്മൾ ലംഘിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിസ്ഥിതിയോട് കലഹിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിച്ച്, അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾ അതത് കാലങ്ങളിൽ ഇറക്കുന്ന നിർദ്ദേശങ്ങളെ മുഴുവൻ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ജാഗ്രത പുലർത്തുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. Alhamdulillahi Rabbil Alamin, wassalatu wassalamu ala rasulil amin Muhammadin wa ala alihi wa sahbihi ajma'in. Ayyuhan nas, usikum wa iyaya thaniyan bi taqwallah. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായി ഉണർത്താനുണ്ട്. നമ്മുടെ മദ്രസ ക്ലാസുകൾ വെക്കേഷന് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ്. നാളെ നമ്മുടെ മദ്രസ ക്ലാസുകൾ പുനരാരംഭിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് 8 മണി മുതൽ 10 മണി വരെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും 8 മണി മുതൽ 10 മണി വരെ ആയിരിക്കും മദ്രസ ക്ലാസുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നേരത്തെ നമ്മുടെ മദ്രസയിലേക്ക് വിദ്യാർത്ഥികൾ അയച്ചിരുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ പുതുതായിട്ട് അയക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും ഈ കാര്യം പ്രത്യേകമായി ഓർക്കണം. നാളെയാണ് പുതിയ അഡ്മിഷൻ ആരംഭിക്കുന്ന. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബറെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാകുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും അതുപോലെ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അവശതകളിൽ നിന്നും നമ്മുടെ മുതിർന്ന പൗരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പെരടികളെ പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ വിളിക്കാൻ നിനക്ക് കോടാനക്കോടി ദാസന്മാരുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മനോഗതങ്ങളിലുള്ള, ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരയണമേ റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളെ പരാജിതരാക്കല്ല റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നിരാശയിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ, പ്രതീക്ഷയോടെ, ഈമാനോടെ, തഖ്വയോടെ കൂടി ജീവിക്കാൻ പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. പടച്ചവനെ, ഇറാനിലെ, ഫലസ്തീനിലെ, ലോകത്തിന്റെ മുക്കുമൂലകളിലെ മർദ്ദിത സമൂഹങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മർദ്ദകരെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, വംശീയതയും വർഗീയതയും ഫാസത്തെയും സൈനിസത്തെയും സാമ്രാജ്യത്വത്തെയും നീ പൂർണ്ണമായും പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.